ചാലഞ്ചിലേക്ക് പോവുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. ഇടിക്കാൻ പോവാണ് മച്ചന്മാരെല്ലാം കൂടെ. ജോയില് വേണമെങ്കിൽ ആ ജാക്കറ്റ് കുരിക്കോ ചെയ്യും. നമ്മുടെ ചെക്കന്മാരൊന്ന് അടിച്ചു കൊടുത്തതാ. നമ്മുടെ മൊത്തം ആൾക്കാര് ഇറങ്ങാൻ പറ്റണില്ല. ലണ്ടൻ ആണ് പോലും. ലണ്ടൻ പോലും ഓർക്കാന്നില്ല. എങ്ങോട്ടാ പോകുന്നത് നമ്മള്? വരൂ, അങ്ങോട്ട് വരുവാണ്. ഒന്ന് വാടാ ആൽബിനെ, പോവാം നമുക്ക്. നിങ്ങൾ എല്ലാരും വേളി ഇറങ്ങിയാൽ മതി, വരി വരിയായിട്ട് ഇറങ്ങിയാൽ മതി. ആൽബിനെ നോടി വാടോ, സമയമില്ല, പോണ്ടേ. ആൽബിനെ പെട്ടെന്നോ. നിങ്ങാണോ റെഡിയാവൂ? ജോയൽ എല്ലാരും കൂടെ നോക്കടാ. ഇത് നല്ല രസമായിരുന്നു. ഇതേതാ നടുക്കൊരു ബിലാല്. ഇടയ്ക്ക് എന്നെ ഒന്ന് നോക്കണേ. അല്ല, ഫോൺ ആരെങ്കിലും ബാക്കിയിടുവന്ന്. എങ്ങോട്ടാ പോകുന്നത് നമ്മള്? വെസ്റ്റ്ഫീൽഡ്. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഫ്രീക്കൻ അഖിലേ, നോർത്ത് ഇന്ത്യൻ ഫ്രീക്കൻ. ചെക്കന് ചിക്കൻ ബോക്സാന്ന് തോന്നുന്നു. ഉറപ്പിച്ചിട്ടില്ല ഇതുവരെ. ഒരു 2-3 കുരുവൊക്കെ കണ്ടു തുടങ്ങി. നേരെ ഇല്ല കൂടെ. അവന്മാർ ഓടിയത് നോക്കൂ. ഇപ്പൊ വണ്ടി അടിച്ച് ചാവേണ്ടതായിരുന്നു. ചാലഞ്ചിലേക്ക് പോവുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. ഇടിക്കാൻ പോവാണ് മച്ചന്മാരെല്ലാം കൂടെ. നല്ല ബേസിലാണ് കേസ് നടക്കണത്. കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ശരി, ഒരു 10,000 രൂപ എങ്കിൽ തരും. എന്റെ ആളോടെ കൊല്ലത്തിന്റെ കരുത്തുറ്റ കലാകാരൻ സഞ്ജയ് അടിച്ചടിച്ചിറക്കും. എന്താവും എന്തോ. എന്റെ അമ്മച്ചിന്റെ മോന്തൊക്കെ ഒന്നും കൊള്ളരുത്. അമ്മച്ചിക്ക് നോക്കിക്കൊടു. അടിക്കണം.
അടുത്തേരുന്ന കൊച്ചൊക്കെ പേടിച്ച്. അയ്യോ 655. അതാ 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 ഇവരൊക്കെ എന്തിനാ? അയ്യോ എടാ ഗൈസ് നോക്കോനെ ജോയില് വേണമെങ്കിൽ ആ ജാക്കറ്റ് കുരിക്കോ ചെയ്യും. ഇത് സഞ്ജയ് തിരിച്ചു കുറിക്കും എന്നാണ് പറയണേ. ഇവിടെ മൊത്തം കാണികളാണ് ഗൈസ്. ഓ ഇതും പോയി. കണ്ണാപ്പിന്റെ ഒന്നും കൊള്ളണില്ല. ഇനി എത്ര കൂടി ഉണ്ട്? കഴിഞ്ഞോ? ഞാനില്ല എന്നിട്ട് വേണം ഇവിടെ ലാസ്റ്റ് അടി. അയ്യോ ഗൈസ് കാണികളെ കണ്ടോ? നമ്മുടെ ചെക്കന്മാരൊന്ന് അടിച്ചു കൊടുത്തതാ. ഇവിടെ മൊത്തം ആൾക്കാര് പോവാ. എന്താലേ ജോഡി ഇത് മറ്റേ സാധനം എന്താന്ന് വെച്ചാ നമ്മുടെ ലാലേട്ടൻ, എമ്പുരാനിലെ ലാലേട്ടൻ. തിരിച്ചു നോക്കൂ, തിരിച്ചു നോക്കണില്ല. എന്റെ മോന് സഞ്ജയ്ക്ക് ഇവിടെ കയറണമെന്നാണ് പറഞ്ഞത്. ഞാൻ കയറില്ല. ഈ വീഡിയോ കണ്ടന്റും ഞാനുണ്ടാവില്ല. എടാ മേലോട്ട് വേണം. എടാ നിനക്ക് മറ്റോടത്തല്ല പോണ്ടേ? കമോൺ. കഴിക്കുന്നുണ്ട് ഗൈസ്, എനിക്ക് വിശക്കുന്നുണ്ട്. ക്യാമറ തിരിച്ചു ഭംഗിയുണ്ടോ നോക്കാനാണ്. എങ്ങനെയുണ്ട്? കാണുന്നുണ്ട്. അത് തലയിൽ കാണിരിക്കണേ. എന്ത് തിരക്കല്ലേ? ക്രിസ്മസിന്റെ അന്നൊക്കെ ഭയങ്കര ഇതായിരിക്കും. എടാ സ്റ്റെപ്പ് കഴിയുമ്പോ പറയണേ. നമ്മുടെ ട്രെൻഡ് സെക്ടർ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്. ഇനി ഫുൾ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. കണ്ടോ? ഇതിനെ കൂട്ടം തെറ്റി പോയത് കണ്ടുപിടിക്കാൻ സുഖം. കണ്ടേ പറയോ? ഇമ്പോർട്ടന്റ് ഐറ്റാ. സ്കോട്ട്ലാൻഡിലെ ഇതാണ് മാന്ത്രികൻ, മന്ത്രവാദി. Guys, look at the premium bands. ഫെബിനെടുക്കുന്നുണ്ട്. എടാ ഫെബിനെ ലാസ്റ്റ് കിട്ടില്ല കേട്ടോ. എവിടെ? എന്നെ കാണല്ലോ ഗൈസ്. എത്ര കാലം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ. എത്ര കാലം കേട്ടോ ടൈം. വീഡിയോഗ്രാഫർ ഞാൻ തന്നെ. എന്താ അവന്മാര് ചോദിക്കുന്നത്? ആർക്കൊക്കെയാ നമ്മളിപ്പോൾ ജാക്കറ്റ് എടുക്കുന്നത്? ഷെബിനൊരു ജാക്കറ്റ് എടുക്കാൻ വരുന്നു. പിന്നെ ജാബർ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. പുള്ളി ഇപ്പോൾ വർക്കിന് പോയിക്കാം. അവനും കൂടെ ഒരു ജാക്കറ്റ് എടുക്കണം. This is full and bear.
ഓക്കെ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അതിവിടെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറോടെ ജോല അത് കൊള്ളാടാ സെറ്റ് നോട്ടെ തിരിഞ്ഞോവേ ചേരുന്നുണ്ട് ഫെബിനത് നല്ലോണം ആവുന്നുണ്ട് കേട്ടോ സ്യൂട്ട് ആവുന്നുണ്ട് നല്ല ഇതുണ്ട് ആൽബിനോ ഞാൻ ഒരു ജാക്കറ്റ് എടുത്തു നോക്കട്ടെ ഇട്ട് നോക്കട്ടെ 60 pounds അല്ല 60 അല്ല 50 pounds ഏത് കണ്ണാടി കണ്ടാലും ഫോട്ടോ എടുക്കും കൊച്ചിക്ക് എടുക്കും വെക്കും. ഇത്ര നേരം അപ്പുറത്തായിരുന്നു. ഇത് കണ്ടോ, അങ്ങനെ ഒരാൾ. ഇതൊരു വികാരമില്ല. സഞ്ജയ് പുതിയ ഇപ്പോഴത്തെ ടോപ്പിക്കാണ് ഗേൾ ഫ്രണ്ടിനെക്കാട്ടും ഇവനാണെന്നാണ് ഇവൻ പറയണത്. എന്താ കാരണം എന്താണ്? ഇവൻ കുണ്ടനാണ്. അതാണ് ചോദിക്കണേ. ഇവൻ പറഞ്ഞല്ലേ, ഒന്നും വിശ്വസിക്കാനില്ല. ഇവനാണ് പറഞ്ഞത്. പക്ഷെ പ്രൈസ് ടാഗിൽ 25 ചെക്കൻ സാധനം തൂക്കി. ഇവിടെ വന്നത് കൊണ്ട് ആകെ ഉപകാരമുള്ളത് ഇവര് മാത്രമാണ്. മമ്പറമ്പള്ളിയിൽ റൂസ് കൂടാൻ ചെക്കൻ സാധനം തൂക്കിയിരിക്കുന്നു. ബില്ലടിക്കാൻ പോട്ടെ. ഓൺലൈൻ അത് ട്രെൻഡ് സെറ്റർ ആണ്. ഒരു സാധനം ഇതുവരെ എടുത്തിട്ടില്ല. നോക്കി നടക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ പോയി ബില്ല് ചെയ്യാം. ഇനി പൈസ കുറവില്ലെങ്കിൽ തിരിച്ചു വെക്കേണ്ടതാണ് അവിടെ കേട്ടോ. എന്ത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നടക്കണ ആള്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കൂ. നിന്റെ ജാക്കറ്റിന് വല്ലവനും ഇപ്പൊന്ന് വെയ്യോ? ആൽപ്പിൻ പൈസ എടുക്കാൻ പോകുന്നു. അവിടെ സെൽഫാട്ടോ, സെൽഫ് അടിക്കി. ആ അവര് തരും. നമ്പറാണ് അടിക്കുന്നത്. പക്ഷെ നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ക്യാമറ മാറ്റണ കേട്ടോ. പേഴ്സണൽ കണ്ടന്റ്. അയ്യോ, കണ്ടോ നിങ്ങൾ? പൈസ കുറയില്ലയോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. $59 50%, 41%. 60-30
ഗൈസ് ഡീലാക്കട്ടെ കേട്ടോ, കാണാം. ഉടായ്പ് ജോയലിന്റെ ഒരു ഉടായ്പ ഉണ്ടോ? ഞങ്ങൾ തിരിച്ചിടാൻ പോവുകയാണ് ബാക്ക് ടു ഹോം. ഒന്നും വാങ്ങിച്ചില്ല, ഒന്നുമേ വാങ്ങുന്നില്ല. ഞങ്ങളെങ്ങനെയാണ് പറയാറ്, പുള്ളിനെ പോലെ തന്നെയാ ഒളിവിന് പോവാ, അടുത്ത ഉടായ്പ തപ്പി പോവാ. പുള്ളിന് ഒളിവിൽ പോവാന്ന് കേട്ടെ. ശബരിമലയിലേക്കാണോ കാരണം? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉടായ്പോയിട്ട് വരും. 50% ഓഫ് ഉണ്ടെന്ന് പറഞ്ഞ് എടുപ്പിക്കാൻ നോക്കിയതാ. ജോയല വിട്ടേക്ക്, വേണ്ട. ചിന്തിക്കണ കാണുമ്പോ റെഡിയായോ? ജോയലെന്താ അടുത്ത ഉടായ്പ തപ്പുവാണോ? ജോയല് അതിനെത്രയാ? ഈ കോസ്റ്റ്യൂമിന്റെ കൂടെ ചേരില്ല, ജീൻസിന്റെ കൂടെ ചേരും. കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. നമ്മളെ ട്രെൻഡ് സെറ്റർ ആണ്. പറയുന്നുണ്ട് ഒരു പെണ്ണ് പോകുന്നുണ്ട്. ട്രെൻഡ് സെറ്റർ പോയി ഷോപ്പിംഗ് ആണ്. ഒന്നും നടന്നിട്ടില്ല. വാട്സ്ആപ്പ് ഗൈസ്, ഞങ്ങൾ ബബിൾ ടീ കുടിക്കാൻ പോവുകയാണ്. രണ്ട് കടയിലും തെണ്ടി തിരിഞ്ഞ് ഒറ്റ സാധനവും മേടിച്ചില്ല. കട മൊത്തം അലമ്പുമാക്കി, ഒന്നുമേ വാങ്ങിച്ചില്ല. കട കയറി എന്ത് വാങ്ങൂന്ന്. ട്രെൻഡ് സെറ്റർ ഇവന്റെ വലയിൽ വീണു. അവന്മാർ ബബിൾ ടീ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, എന്താണ് നിനക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പൊളിച്ച് ഞാൻ എൻ്റെ പൈസ ആരും കൊടുക്കുമെന്നോ? എവിടെ പോയാലും പ്രശ്നമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ബേക്കിലൊക്കെ കാണാം. അപ്പുണ്ടാവും, കണ്ടോ നോക്കൂ. ആശാൻ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട്. കാര്യം ലെൻസ് ഉള്ളത് കണ്ണു വേദന എടുക്കുന്നു ഗൈസ്. രാവിലെ തൊട്ട് വെച്ചേക്കാണ്. ബ്യൂട്ടി ഇൻ പെയിൻ. കണ്ണ് കാണാത്തോണ്ട് കേട്ടോ ലെൻസ് വെച്ച് സൗന്ദര്യം കിട്ടും. ദുബായ് പിസ്താഷ്യോ. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അബത്താണ് കഴിച്ചത്. ചേട്ടൻ ഞങ്ങളുടെ പോലെയാ, ഞങ്ങളെക്കാട്ട് വലിയ ഒരു വ്ളോഗറാണ് ചേട്ടൻ. അലമ്പാണ് ഗൈസ്. ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കാണ്, പറയിപ്പിക്കണേ പറയണവൻ. ഓഫർ കാതിന്റെ കമ്പോയൊക്കെ ഇതിലുണ്ട്. സമരം പ്രവൃത്തി അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കിട്ടിയോ? അതല്ല, എനിക്കറിയാം നിങ്ങളുടെ എല്ലാന്ന്. എടാ അത് ക്ലീൻ ആക്കിയതാ, ഇനി എന്തിനാ അവിടെ ഇരിക്കണേ? പറഞ്ഞ എഴുതിച്ചിട്ട്
പറയിപ്പിക്കൂലോ. ഒന്നും നോക്കില്ല. ഇതെല്ലാം കൂടെ ഇടാനുള്ള സ്ഥലം ഉണ്ടായില്ലേ? നിനക്കൊരു ചിക്കൻ ബോക്സ് ഒക്കെ ആണെങ്കിലോ പണി പാളി എന്ന് പറഞ്ഞ. എല്ലാരും ഒന്നും കുടിക്കണം എന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. കൊള്ളാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. എന്താ ബബിൾ കിട്ടുന്നല്ലേ? ചോക്ലേറ്റ് വെള്ളം പോലും അങ്ങനെ വെസ്റ്റ് ഫീൽഡിലെ ഇതെന്താടാ ഇത് നടക്കാത്തത്? പറ്റിച്ചു. ഇതിലും നല്ലത് സാധാ സ്റ്റെയർ വഴി പോകുന്നതാ. എന്നോട് ഇന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥന ആൽബിൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ വെസ്റ്റ് ഫീൽഡിലെ ഒരു തണ്ടലൊക്കെ കഴിഞ്ഞു. ഇറങ്ങാൻ പറ്റണില്ല. ലണ്ടൻ ആണ് പോലും. ലണ്ടൻ എസ്കലേറ്റർ പോലും ഓർക്കാന്നില്ല. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് ഫീൽഡിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത് വെസ്റ്റ് ഫീൽഡ് മോളിൽ നിന്ന് ഇനി കഴിക്കാൻ പോവുകയാണ് ഫുഡിങ്ങിലേക്ക്. 13 പൗണ്ടോടാ പൊത്തിമത്തിക്ക്. അങ്ങനെ കഴിഞ്ഞ പോലെ ഒന്നുമല്ല ഒന്ന് കഴിച്ചത്. രണ്ടാഴ്ച എന്താ നമ്മളിപ്പോൾ ചോദിക്കുന്നത്? ഒഴിവാക്കി തരും. എന്താ കണ്ട ജാക്കറ്റ് എടുക്കാൻ പോയപ്പോ പറ്റിച്ച കഥ കണ്ടായിരുന്നല്ലോ. മെയിൻസിനകത്ത് കടൽക്കാന്താരി 16.99 17 പൗണ്ട്. വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കഴിക്കായിരുന്നു. എടാ പിന്നെ ചിക്കൻ ബോക്സ് അല്ല, നമുക്ക് കയ്യിൽ നോക്കട്ടെ. ഇതിങ്ങനെ ഷെയർ എന്ന് പറഞ്ഞായോ? പെട്ടില്ലേ? ഇത് എന്താ തൂക്കിടുന്ന സാധനം? എന്താ ഇതെന്തത്? സമുദ്രതാണോ? കണ്ണന്റെ ഭക്ഷണം വന്നതിന് നോക്കിയിരിക്കുക. ഇതാണ് മഹാസമുദ്ര സദ്യ. മഹാസമുദ്ര സദ്യ. ഇതിന്റെ പേരെന്താ? കടൽക്കാന്താരി. കടൽക്കാന്താരി. അതെ, കഴിക്കാം. ചട്ടിച്ചോറ് കഴിക്കാം. കഴിക്കാം. ചട്ടിച്ചോറ് ഞാൻ ഫിനിഷ് ചെയ്തു. നമ്മുടെ സെയിം ആയിരുന്നു. എനിക്കെല്ലാം ചട്ടി കിട്ടുന്നു, ഞങ്ങൾക്കെല്ലാം കറി തന്നെ. പ്രോൺസ് കറി ഉണ്ടായിരുന്നു. എന്തായിരുന്നടാ ഇതിന്റെ പേരെന്തായിരുന്നു? കടൽക്കാന്താരി. മഹാസമുദ്ര സദ്യ അത്ര വലിയ ഇതൊന്നുമില്ല. എന്തിരുന്നാലും കുഴപ്പമില്ല. ചട്ടിച്ചോറ് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ സക്സസ്ഫുള്ളി ഉപയോഗിച്ചു. നമ്മളാദ്യം വെസ്റ്റ് ഫീൽഡ് പോയി. വെസ്റ്റ് ഫീൽഡ് മോളിൽ ചെന്ന് അപ്പോഴാണ് ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് കാണുന്നത്. ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ച് കഴിക്കാൻ
എന്റെ കണക്റ്റായിരുന്നു ഇത്രയും പാട്ട് പാടിയതല്ലേ. എന്റെ കണക്റ്റായി നീ കണക്റ്റാക്കി ഇനി നീ പാട്ടിടന്നാ. സുന്ദരന്മാർ ഞങ്ങളങ്ങനെ വല്ലപ്പോഴും ചിരിക്കാറുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ ഞാനെപ്പോഴും ചിരിക്കും. ഇവനാണ് അപ്പൊ ചിരിച്ച ഒരു ലൈറ്റ് ഹൗസ് മാതിരി എന്ന് കമൽഹാസൻ ലാലേട്ടനെ പറ്റി പറഞ്ഞ പോലെ. ആര് ശരിയാണ് നല്ലതെന്ന് പറ ഗൈസ്. അവിടെയൊക്കെ ജോയില് ഡ്രിഫ്റ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി വീടെത്താൻ പോകുന്നു. ഒരു ദിവസത്തെ അന്ത്യം തീർന്ന്, അന്ത്യം തീർന്നു, അന്ത്യല്ല അംഗം. അങ്ങനെ നമ്മളുടെ താവളത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഏതാണ് നമ്മുടെ താവളം? ഹോം കമ്മിങ്. നീ കാണുന്ന വിജനിമ്പിച്ച വെള്ള പെയിന്റ് അടിച്ച വീടാണ് നമ്മുടെ. മുറ്റത്ത് വേറെ കാർ കിടപ്പുണ്ട്. അയൽവാസി, ഒരു ദരിദ്രവാസിന്റെ. നമ്മുടെ സ്കിൽഫുൾ ഡ്രൈവർ വണ്ടി എങ്ങനെയൊക്കെയോ തിരിച്ചെങ്ങനെയൊക്കെയോ കയറ്റാൻ പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോ ഡ്രൈവർ അപ്പുറത്തിരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പാഴ് നിർദ്ദേശങ്ങൾ. ആൻഡ് ഹിയർ കം അവർ അരുൺ ബോസ് കോൾ വിളിക്കുന്നു. എന്തിനാ നോക്കാം. വാട്ട്? യെസ്, സർപ്രൈസ്. ഔട്ട്സൈഡ് പാറടാ. വാതിൽ തുറക്കൂ. ആ വാല് തുറക്ക്. കുറച്ചേരം കാരണത്തിരുന്നല്ലോടാ പാട്ടിങ്. ഇതൊക്കെ വീഡിയോയിൽ വരുമായിരുന്നു ജോസ്. യു ആർ എക്സ്പോസ്ഡ്. നീ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എവിടെ കൂടെ നീ ഒളിഞ്ഞു നോക്കണേ? കണ്ടോ ഗൈസ്, അതാണ് അവന്റെ റൂം. അവൻ ഒളിഞ്ഞു പോയി. എക്സ്പോസ്ഡ്. എന്റെ മുഖം എന്റെ ഫോണിലുണ്ട്. നീ എക്സ്പോസ്ഡ് ആണ് ഗൈസ്. നമ്മൾ ഫൈനലി വീടെത്തി. സേഫ് ആൻഡ് അങ്ങനെ ഞങ്ങളെത്തി, ഹെൽത്തി ആയി വീട്ടിലെത്തിയിരിക്കുന്നു. ദ ജോയ്, ദ അൾട്ടിമേറ്റ് കിങ്.